ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശ് നയനക്ക് മുല്ലപ്പൂ വാങ്ങിയിട്ട് പണം എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ദേവയാനി അങ്ങോട്ടേക്ക് വന്നിട്ട് കടക്കാരിയോട് പറയുന്നത് ഒരു 5 മുഴം മുല്ലപ്പൂ. ദേവയാനിയെ കണ്ടതും നയനയും ആദർശ് ഒരുപോലെ ഞെട്ടി ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പം രണ്ടുപേരെയും പകയോടും പ്രതികാരത്തോടും കൂടി എന്ന പോലെയാണ് ദേവയാനി നോക്കുന്നതും. ആ സമയത്ത് ആദർശ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഈ നേരത്തെ ഇവിടെ? എനിക്ക് ബാധ കയറിയിട്ട് അർദ്ധരാത്രി ഇറങ്ങി നടക്കുന്നതാ. ദേവയാനി വിട്ടുകൊടുക്കുന്നില്ല. അങ്ങോട്ടേക്കാണ് ജയം വരുന്നത്. അപ്പം ജയം പുഞ്ചിരിച്ചുകൊണ്ട് മോനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ സെക്കൻഡ് ഷോക്ക് പോയത് നീ അറിഞ്ഞില്ലായിരുന്നു അല്ലേ മോനെ? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും കയറി കിടന്നു എന്ന് കരുതിയിട്ടായിരിക്കും ഭാര്യയും വിളിച്ചുകൊണ്ട് നീ രാത്രി നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയത് അല്ലേ? അപ്പോൾ ആദർശ് ഇങ്ങനെ ചമ്മിയിട്ട് പറയുന്നുണ്ട്, അത് അച്ഛാ രാത്രിയായപ്പോൾ ഇവള് പറഞ്ഞു ഒന്ന് പുറത്തേക്ക് പോകണമെന്ന്. നയന അന്തം വിട്ട് നിൽക്കുകയാണ് ആദർശ് പറയുന്നത് കേട്ടിട്ട്. ദേവയാനിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി നയനയെ നോക്കുന്നുണ്ട്. അപ്പം നയന പറയാണ്, ഞാനെപ്പോൾ പറഞ്ഞു? ആദർശേട്ടനല്ലേ എന്നോട് പറഞ്ഞത് നമുക്കൊന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് വരാമെന്ന്. അപ്പം ജയൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മോള് പറഞ്ഞതാ സത്യം എന്ന് ഞങ്ങൾക്കറിയാം, അതിനെന്താ കുഴപ്പം? ഭാര്യയ്ക്കും ഭർത്താവിനും എപ്പോൾ വേണമെങ്കിലും പുറത്തു പോവാലോ. ഇപ്പം എന്തേ ഈ പ്രായത്തിലും സിനിമയ്ക്ക് പോകണമെന്ന് ഇയാൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇയാളെയും കൊണ്ട് ഞാൻ സിനിമയ്ക്ക് പോയത്. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര വിലക്ക്? ദേവയാനി ദേഷ്യത്തോടു കൂടി നയനയെ നോക്കുകയാണ്. ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, എടാ ഇടയ്ക്ക് മോളെയും കൊണ്ട് സിനിമ കാണാനൊക്കെ പുറത്തേക്കൊക്കെ പോവണം, അതൊക്കെ ഒരു രസമല്ലേ? ഈ സമയത്ത് അടിച്ചു പൊളിക്കണം, എങ്കിലേ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഓർത്തെടുക്കാൻ എന്തെങ്കിലുമൊക്കെ കാണുള്ളൂ. പക്ഷേ ദേവയാനിയുടെ ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. അവർ ദേഷ്യത്തോടെ പറയാണ്, എങ്കിലും പുറത്തു പോകുന്ന സമയത്ത് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോരായിരുന്നു. അത് അമ്മേ, ആദർശ് ഇങ്ങനെ പരിങ്ങുകയാണ്. ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, അതെങ്ങനെയാ തന്നോട് പറയുന്നത്? അതിനു മുമ്പേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയില്ലേ? എന്നാലും ഇവരെന്നെ വിളിക്കായിരുന്നല്ലോ. ദേവയാനി വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ എന്തിനും ഏതിനും വിളിക്കാൻ ഇവർ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. ജയനും പറയാണ്. പെട്ടെന്ന് വിഷയം മാറ്റാൻ വേണ്ടി ആദർശ് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഏത് പടാ കണ്ടത്? ഒരു തമിഴ് പടാടാ, ആക്ഷൻ പടം. അതല്ലേ ഇയാൾ കാണത്തുള്ളൂ. എന്ന് വെച്ചാ നിന്റെ അമ്മ അക്രമാസക്തിയല്ലേ പലപ്പോഴും. അത് കേട്ടതും ദേവയാനിക്ക് ഒന്നുകൂടെ ദേഷ്യം കയറുകയാണ്. ഞാൻ അങ്ങനെ അക്രമാസക്തിയൊന്നും അല്ല. എന്നിട്ട് നയനെ നോക്കിയിട്ട് പറയാണ്, വഴക്കിടേണ്ടവരോടെ ഞാൻ വഴക്കിടാറുള്ളൂ. വഴക്കിടാൻ പാടില്ലാത്തവരോടും വഴക്കിടുന്നുണ്ട്. ജയം വിട്ടുകൊടുക്കുന്നില്ല. അപ്പോഴേക്കും മുല്ലപ്പൂ എടുത്തിട്ട് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാ ചേച്ചി. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ദേവയാനി ചോദിക്കുകയാണ്, എത്രയായി? 250. അപ്പോൾ ആദർശ് പൈസ കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ദേവയാനി വിലക്കുകയാണ്. വേണ്ട, എൻ്റെ പൈസ കൊടുക്കാൻ എൻ്റെ ഭർത്താവ് കൂടെയുണ്ട്, ജയേട്ടൻ കൊടുത്തോളും. ആ സമയത്ത് ജയൻ പറഞ്ഞു നോക്കുന്നുണ്ട്, ദേ ഇവനാ നമ്മുടെ കമ്പനിയുടെ MD, അവൻ കാശുകാരനാ, അവൻ കൊടുത്തോട്ടെ. വേണ്ട, ജയേട്ടൻ കൊടുത്താൽ മതി. ദേവയാനി കടുത്ത വാശിയിലാണ്. അപ്പം ജയനും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാൻ കൊടുത്തോളാം, നിങ്ങൾ വിട്ടോ. ശരി. വേഗം നയനയും കൂട്ടിക്കൊണ്ട് ആദർശ് എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. പക്ഷേ ദേവയാനി ആദർശിൻ്റെ കൈ പിടിച്ചു വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ ബൈക്കിലാണോടാ വന്നത്? ആ, ആദർശ് പതറിക്കൊണ്ട് പറയാണ്. അത് കേട്ടിട്ട് ജയൻ പറയുന്നുണ്ട്, ഈ പ്രായത്തിൽ ബൈക്കിൽ ചുറ്റുന്നതല്ലേ നല്ലത്. ഭർത്താവിനെ മുട്ടിയുരുമി യാത്ര ചെയ്യാനാണ് മിക്ക പെൺകുട്ടികൾക്കും താല്പര്യം. പക്ഷേ നയന അവിടെ ആദർശിന് ഒറ്റ കൊടുക്കുകയാണ്. ആദർശേട്ടനാ ബൈക്കിൽ പോവാന്ന് പറഞ്ഞത്. ആദർശ് ഇങ്ങനെ നേരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ഓ, കൂടെ നിൽക്കാന്ന് പറഞ്ഞ ഇതാണല്ലേ എന്നുള്ള അർത്ഥത്തിൽ. എന്നിട്ട് ആദർശ് വേഗം എസ്കേപ്പ് ആവാൻ വേണ്ടി രണ്ടുപേരോട് ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ രണ്ടുപേരും കൂടെ അവിടുന്ന് എസ്കേപ്പ് ആയിട്ട് ബൈക്കിൽ കയറുന്ന സമയത്ത് ആദർശ് നയനയോട് പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ടാ ഞാൻ രാത്രി ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ നീ എന്താ എന്നെ സപ്പോർട്ട് ചെയ്യാത്തത്? അതല്ലേ സത്യം. അമ്മയെ കാണുമ്പോൾ എന്നെ പ്രതിയാക്കണോ? നയന വിട്ടുകൊടുക്കുന്നില്ല. ആ, അമ്മയും കൊള്ളാം, ഭാര്യയും കൊള്ളാം. ഏതായാലും നീ കയറ്, അച്ഛനുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അവർ രണ്ടുപേരും അവിടുന്ന് പോയപ്പം ജയൻ ദേവേനോട് പറയുന്നുണ്ട്, ഏതായാലും കടക്കാരിക്ക് ഭാഗ്യമുണ്ട്, മരുമോളോടുള്ള ദേഷ്യത്തിനാ താൻ 5 മുഴം വാങ്ങിയത്. പക്ഷേ ദേവയാനി അതൊന്നും മൈൻഡാക്കാതെ അവിടുന്ന് പോകാൻ നോക്കുകയാണ്. ആ സമയത്ത് ജയൻ അവരുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ആദർശ് താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാ നയനമോള്. അവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യണ്ടേ? താൻ ഈ പ്രായത്തിലും എൻ്റെ ഒപ്പം ചുറ്റുന്നുണ്ടല്ലോ. പിന്നെ മരുമോൾക്ക് എന്താ അതൊക്കെ നിഷേധിക്കുന്നത്? അപ്പോൾ ദേവയാനി വിട്ടുകൊടുക്കുന്നില്ല. അവൾ എൻ്റെ മരുമോളല്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷെ സത്യം അതല്ലല്ലോ. അയാൾ പറയാണ്, സത്യം എന്തായാലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ജയനും വിചാരിക്കുന്നുണ്ട്, ഇവളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അല്പദൂരം മുന്നോട്ട് പോയതിനു ശേഷം ആദർശ് ബൈക്ക് നിർത്തുകയാണ്. എന്താ ഇവിടെ നിർത്തിയേ? നയന ചോദിക്കുന്നുണ്ട്. എന്തായാലും കണ്ടു, എങ്കിൽ പിന്നെ ആ ചടങ്ങ് ഇപ്പം തന്നെ അങ്ങ് നടത്തിയേക്കാം. എന്ത് ചടങ്ങ്? മുല്ലപ്പൂ ഭാര്യയുടെ തലയിൽ ചൂടുന്ന ചടങ്ങ്. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ ഈ മുല്ലപ്പൂ നാളെ രാവിലെ തലയിൽ ചൂടിക്കോളാം. നയന വീണ്ടും പറയാണ്. പക്ഷെ ആദർശ് പറയുന്നുണ്ട്, അതൊന്നും പറ്റില്ല, ഇത് ഇപ്പം തന്നെ തലയിൽ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നയനയുടെ തലയിൽ അത് ചൂടിക്കൊടുക്കുകയാണ്. ഈ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലേ നിന്റെ മുടിയിൽ നിന്ന് വരുമ്പോൾ ഒരു പ്രത്യേക തരം ഫീലാ. ആദർശ് അത് വെക്കുമ്പോൾ പറയുന്നുണ്ട്. അത് കേട്ട് നയന പുഞ്ചിരിക്കുകയാണ്. ആദർശ് നയനക്ക് മുല്ലപ്പൂ ചൂടിക്കൊടുക്കുമ്പോഴാണ് ജയൻ്റെ കാർ അങ്ങോട്ടേക്ക് വന്ന് നിർത്തുന്നത്. അപ്പം ദേവയാനി ദേഷ്യത്തോടു കൂടി അവർ രണ്ടുപേരും നോക്കുകയാണ്. ആദർശ് നയനയും പകച്ചിട്ട് അതും അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്ത് ജയൻ പറയാണ്, പരിസര ബോധമില്ലാതെ തൻ്റെ മോൾക്ക് മുല്ലപ്പൂ ചൂടിക്കൊടുക്കുന്നത് കണ്ടോ? എന്നിട്ട് അവരോടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ കാറും എടുത്തിട്ട് ജയൻ പോവുകയാണ്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ദേ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ?
പിന്നാലെ തന്നെ അവർ വരുമെന്ന് അറിയത്തില്ലായിരുന്നോ? പക്ഷെ ആദർശ് വലിയ പേടിയില്ലാത്ത രീതിയിലാണ് പറയുന്നത്. എടി എന്തായാലും അവർ കണ്ടു, ഇനിയിപ്പോൾ ഇതുകൂടി ആയിക്കോട്ടെ. അപ്പം നയന പേടിയോടെ പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം, അമ്മ നമ്മളെ കാത്തിരിക്കും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എൻജോയ് ചെയ്യാനാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയത്. അമ്മ കണ്ടതുകൊണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല. ആർക്ക് കുഴപ്പമില്ലാന്ന്? എല്ലാം എൻ്റെ തലയിൽ വെച്ച് കെട്ടിയിട്ട് ആദർശേട്ടൻ രക്ഷപ്പെടാനല്ലേ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ആ സമയത്ത് ഭർത്താവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കള്ളം പറഞ്ഞ് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. നയന ദേഷ്യത്തോടെ പറയാണ്, അമ്മയായാലും ഭാര്യയായാലും തെറ്റ് ആർക്കൊപ്പാണെന്ന് വെച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാനും തെറ്റ് ചെയ്യാത്തവരുടെ ഭാഗത്ത് നിൽക്കാനും ഒരു തൻ്റെ ഇടം വേണം. ആദർശേട്ടൻ അതില്ല. അപ്പോൾ ആദർശ് തർക്കിക്കാൻ നിൽക്കുന്നില്ല. എങ്കിലേ നീ വണ്ടി കയറ് എന്ന് പറഞ്ഞിട്ട് നയനെ വണ്ടി കയറ്റുകയാണ്. അതിനുശേഷം അവൾ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ ആദർശ് അതൊന്നുകൂടെ ചേർത്ത് വെക്കുന്നുണ്ടായിരുന്നു. അതേസമയം നന്ദു ഉറക്കം വരാതെ കിടക്കുകയാണ്. അപ്പോഴാണ് വാതിലിന് മുട്ടുന്ന കേട്ടത്. അവൾ ആരാന്നൊക്കെ ചോദിച്ചു പോയി വാതിൽ തുറന്നപ്പോൾ അനിയായിരുന്നു. അനി പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. എന്താ അനി? നന്ദു ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഉറക്കം വന്നില്ല, നന്ദുവിനെ ഒന്ന് കാണണം തോന്നി. നന്ദു ഉറങ്ങിയായിരുന്നോ? ഇല്ല, ഞാൻ ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു, നന്ദു പറയാണ്. അല്ല, അനിയെന്താ ഈ സമയത്ത് വന്നത്? അനിക്കെന്താ പറ്റിയത്? നമുക്ക് വല്ലതും സംസാരിച്ചിരുന്നാലോ? അനി ചോദിക്കുന്നുണ്ട്. താനൊന്ന് പുറത്തേക്ക് വരുമോ? അപ്പം നന്ദു പറയുന്നുണ്ട്, ഇല്ല, ഈ സമയത്ത് നമ്മൾ തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് ശരിയല്ല. എടോ, ഞാൻ ആകെ വിഷമത്തിലാ. നന്ദുവിൻ്റെ തുറന്നു പറച്ചിലിന് ശേഷം ഞാൻ അനാമികയുമായിട്ട് അടുക്കാൻ ശ്രമിച്ചതാ. എനിക്കെന്തോ അവളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കല്യാണ ദിവസം എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയാലോ എന്ന് ആലോചിക്കുക ഞാൻ. എന്തൊക്കെയാണ് നീ പറയുന്നേ? ഇത് പറയാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? നോക്ക്, എൻ്റെ അമ്മയും അച്ഛനൊക്കെ എന്നെ കൊന്നുകൊണ്ടിരിക്കുക. നമ്മുടെ സൗഹൃദത്തെ ഞാനാണ് ഈ രീതിയിൽ വഷളാക്കിയതെന്നൊക്കെയാ അവരീ പറയുന്നേ. അനിയുടെ മനസ്സിൽ ഇങ്ങനെയൊരു തോന്നലുണ്ടായത് എൻ്റെ തെറ്റാണോ? അല്ല, അനിയും പറയുന്നുണ്ട്, എൻ്റെ മാത്രം തെറ്റാ. നമ്മൾ തമ്മിലുള്ള സൗഹൃദം അങ്ങനെ തന്നെ നിലനിൽക്കണം. എന്നാൽ ഇഷ്ടമല്ലാത്ത പെൺകുട്ടിയെ ഭാര്യയാക്കുന്നത് ആർക്കായാലും പ്രയാസമുള്ള കാര്യമല്ലേ? പെട്ടെന്ന് നന്ദു പതറിക്കൊണ്ട് പറയാണ്, ഇതൊന്നും എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല. അനിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട്. അവരോടായിരുന്നു അനി ഇതൊക്കെ പറയേണ്ടിയിരുന്നത്. ഏതായാലും ഇനി അതിനൊന്നും സമയമില്ല. എല്ലാവരെയും ഇഷ്ടപ്പെട്ടിട്ടല്ലല്ലോ വിവാഹം കഴിക്കുന്നേ. കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ ശരിയായിക്കോളും. നന്ദു സങ്കടത്തോടെയാണ് പറയുന്നത്. അപ്പോഴേക്കും ജാനകി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ രണ്ടുപേരുടെയും സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അനി പറയാണ്, എവിടെ ശരിയാവാൻ, എനിക്കതൊന്നും തോന്നുന്നില്ല. കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല എന്ന് ഒരുപാട് തവണ പറഞ്ഞതാ. എന്തോ ഇവിടെ ആരും അത് കണക്കിലെടുക്കുന്നില്ല. എൻ്റെ തലവിധി. അപ്പം നന്ദു വേഗം പറയാണ്, അനി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇപ്പം കിടന്നാലും എനിക്ക് ഉറക്കം വരത്തില്ല. എൻ്റെ കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് ആദർശേട്ടനാ. ആ ആദർശേട്ടൻ പോലും ഇവിടെ എന്നെ കൈവിട്ട് കളഞ്ഞു. അതാ കുഴപ്പമായത്. അപ്പോൾ സങ്കടത്തോടെയാണെങ്കിലും നന്ദു പറയുന്നുണ്ട്, അനിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയേ ആദർശേട്ടനും മുത്തശ്ശനും ഒക്കെ നിലകൊള്ളൂ. അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുന്നതാ നല്ലത്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഒരു കാര്യം ഉറപ്പാ, മരിച്ച അവസ്ഥയിലായിരിക്കും ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. അത് കേട്ടതും ജാനകി ശരിക്കും ഞെട്ടുകയാണ്. അപ്പം അനി പറയുന്നുണ്ട്, എടോ, അത്രയ്ക്കും വെറുപ്പോടെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ മറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കാതെ അനി കല്യാണത്തിന് റെഡിയാവാൻ നോക്ക്. നന്ദു പതറിക്കൊണ്ട് പറയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, ഏതായാലും എനിക്ക് ഉറക്കം വരുന്നു, അനി പോവാൻ നോക്ക്. അപ്പോഴേക്കും ജാനകി അവിടുന്ന് പോവാണ്. അനി ഇറങ്ങിപ്പോയതും നന്ദു വാതിലടക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ഉള്ളു പൊള്ളുമായിരുന്നു. അതേസമയം ആദർശിനെയും നയനെയും കാത്തിരിക്കുകയാണ് ദേവയാനി. ആ സമയത്ത് അങ്ങോട്ട് വന്നിട്ട് ജയൻ പറയുന്നുണ്ട്, എടോ, ഇനിയും അവരെ കാത്തിരിക്കാതെ താൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇത്രയൊക്കെ ആയിട്ടും മരുമോൾക്കും മോനും താൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലല്ലോ. എന്നാലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവൻ പുറത്തേക്ക് പോകുന്ന കാര്യം. ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഷെടാ, ഇത് വലിയ ശല്യമായല്ലോ. നമ്മൾ പുറത്തോട്ടേക്ക് പോകുന്ന കാര്യം അവനോട് പറഞ്ഞായിരുന്നോ? ജയേട്ടാ, നമ്മൾ അവൻ്റെ അച്ഛനും അമ്മയല്ലേ. അപ്പം നമ്മൾ അവനോട് പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അവൻ നമ്മളോട് പറയണ്ടേ? അപ്പോൾ ജയൻ പറയുന്നുണ്ട്, എൻ്റെ ദേവയാനി, ഇന്നത്തെ കാലത്ത് വൃദ്ധസദനങ്ങൾ കൂടിക്കൂടി വരികയാ. ഒരു കാരണമില്ലാതെ അച്ഛനെയും അമ്മയും തള്ളിക്കളയുന്ന മക്കൾക്കിടയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ സമയത്ത് തന്നെ പോലുള്ള അമ്മായിയമ്മമാരെ മക്കളൊക്കെ തള്ളിക്കളയേണ്ട കാലം കഴിഞ്ഞു. ഓ, അപ്പം അങ്ങനെ വേണമെന്നാണോ ജയേട്ടൻ പറയുന്നത്? താൻ എപ്പോഴും പറയാനുണ്ടല്ലോ, നമുക്കൊപ്പം നിൽക്കാൻ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, ഒരു സാമ്പത്തികമായിട്ട് ഭദ്രതയില്ലാത്തൊരു തറവാട്ടിൽ നിന്നാണ് നയന ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. എന്നാൽ കേട്ടോ, കാലം മാറുന്നതനുസരിച്ച് പെൺകുട്ടികൾക്ക് അങ്ങോട്ടേക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ട കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല. ഉള്ള പെൺകുട്ടികൾക്ക് ഒരുവിധപ്പെട്ട ആൺകുട്ടികളെയൊന്നും വേണ്ട. പല മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് താൻ കണ്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ അതവർ വലിയ വാർത്തയാക്കും. എന്നാൽ ലോകത്തിലുള്ള 90% മാതാപിതാക്കളും മക്കൾ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് കരുതി സ്വയം ഒഴിഞ്ഞു കൊടുക്കുന്നവരാ. അല്ലാതെ മക്കൾക്കും മരുമക്കൾക്കും ഇടയിൽ കേസിനൊന്നും പോകുന്നവരല്ല. അവരെ കോടതി കയറ്റാനൊന്നും ആഗ്രഹിക്കുന്നവരുമല്ല. ഈ ലോകത്തിൽ എല്ലാം സഹിച്ച് ജീവിക്കുന്നവരാ വാർദ്ധക്യത്തിലുള്ള മാതാപിതാക്കൾ. ഇതൊക്കെ എന്തിനാ ജയേട്ടൻ ഇപ്പം പറയുന്നത്? അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ള ഒരു മരുമകളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും അത് മനസ്സിലാക്കാതെ പലപ്പോഴും താൻ അവളെ ക്രൂശിക്കുക. അവളുടെ പ്രായത്തിൽ തനിക്ക് പുറത്തു പോകാനും സിനിമ കാണാനും ഒന്നും ആരും ഒരു തടസ്സമായിരുന്നില്ല.
രാത്രി 10 മണിക്ക് മുമ്പ് വീട്ടിൽ വരണം, അത്രയേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പാണെങ്കിൽ അതും ഇല്ല. പിന്നെ മരുമോൾക്ക് മാത്രം ഇതൊക്കെ നിഷേധിക്കേണ്ട കാര്യം എന്താ? ആൺമക്കൾക്ക് എന്നും 10 വയസ്സാണെന്ന് ചിന്തിക്കുന്ന മാതാക്കളുടെ കാര്യമാണിത്. ഇനി നമ്മുടെ മോൻ പ്രതികരിച്ചു തുടങ്ങും. അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ നോക്കുകയാണ് നമ്മൾ വേണ്ടത്. എല്ലാ അർത്ഥത്തിലും നല്ലൊരു മരുമകളെ കിട്ടിയാൽ അമ്മായിയമ്മ അതിനേക്കാളും നല്ലത് ആഗ്രഹിക്കും. അതുപോലെ തന്നെയാണ് മരുമക്കളുടെയും കാര്യം. അമ്മായിയമ്മ നല്ലതാണെങ്കിൽ അവരുടെ കുറ്റം കണ്ടുപിടിക്കലായിരിക്കും മരുമക്കളുടെ ജോലി. ഇത് രണ്ടും ഇല്ലാതെ സന്തുലിതമായി പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ കുറവാ. അത് താൻ മനസ്സിലാക്കിയാൽ കൊള്ളാം. ജയൻ ദേഷ്യത്തോടെ അവിടുന്ന് പോവാണ്. അതേസമയം ആദർശും നയനയും നല്ല ഇണപ്രാവുകളെ പോലെ ബൈക്കിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. നയന ആദർശിൻ്റെ നെഞ്ചിലൂടെ കൈവച്ചിട്ടുണ്ടായിരുന്നു. ആ കൈകൾ ആദർശ് ചേർത്ത് പിടിക്കുകയാണ്. അതേസമയം നന്ദു ഇങ്ങനെ വിഷമത്തോടു കൂടി അനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും വാതിലിൽ കൊട്ട് കേൾക്കുന്നത്. അവൾ പോയി വാതിൽ തുറന്ന സമയത്ത് ജാനകിയാണ്. ജാനകി എന്തൊക്കെയോ സംശയമുള്ളത് പോലെയാണ് ആദ്യം തന്നെ നന്ദുവിനെ നോക്കുന്നത്. മോൾ ഉറങ്ങിയില്ലേ? ജാനകി ചോദിക്കുകയാണ്. ആ, ഞാൻ ഉറങ്ങുമായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നല്ലോ. നേരത്തെ അനി മോളുമായിട്ട് സംസാരിക്കുന്നത് കണ്ടല്ലോ. എന്താ സംസാരിച്ചതെന്ന് കേട്ടില്ല. എങ്കിലും നിങ്ങൾ സുഹൃത്തുക്കളല്ലേ? അവനെന്താ പറഞ്ഞത്? അപ്പം നന്ദു പതറിക്കൊണ്ട് പറയാണ്, അത് പിന്നെ എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് കല്യാണം പെട്ടെന്ന് നടക്കുന്നതിൽ. അപ്പം ജാനകി പറയാണ്, ആ വിഷമങ്ങളൊക്കെ കല്യാണം കഴിയുന്നതോടെ മാറത്തില്ലേ മോളെ? അവൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ട് മോളെന്താ അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തത്? ഞാൻ പറയുന്നുണ്ട്, ഞാൻ മാത്രമല്ല നയനേച്ചിയും. പക്ഷേ അനാമികയുടെ ക്യാരക്ടറുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെന്നാ അനി പറയുന്നത്. അപ്പം ജാനകി പറയുന്നുണ്ട്, ഈ ലോകത്തിലെ എല്ലാ ആണും പെണ്ണും എല്ലാവരുടെയും ക്യാരക്ടറുകൾ പരസ്പരം പൊരുത്തപ്പെട്ടിട്ടാണോ കല്യാണം കഴിക്കുന്നത്? അമ്പലത്തിലെ പൂജാരി കൃത്യമായിട്ട് അവരുടെ ജാതക പരിശോധന നടത്തിയതാ. എന്നിട്ട് കല്യാണം നടത്തിക്കോളാനാ പറഞ്ഞത്. അപ്പം നന്ദു പറയുന്നുണ്ട്, അതേപ്പറ്റിയൊക്കെ ഞാൻ അനിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാരയില്ല, ആൻറ്റി പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. അപ്പം ജാനകിയും പറയുന്നുണ്ട്, അതുതന്നെ എല്ലാവരുടെയും വിശ്വാസം. എന്നാലും നാളെ നേരം വെളുക്കുമ്പോൾ മോൾ അനിയെ കാര്യമായിട്ടൊന്ന് ഉപദേശിക്കണം. അതുപോലെ അവൻ്റെ നിരാശയൊക്കെ മാറ്റി അവനെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. വേണമെങ്കിൽ മോളുടെ മറ്റുള്ള ഫ്രണ്ട്സിനെയും വിളിച്ചോ. അപ്പം നന്ദു പറയുന്നുണ്ട്, അവരൊക്കെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ അനിയെ ഒരുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാനകി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, അനാമിക മോള് നല്ലൊരു കൊച്ചാ. എനിക്ക് ഉറപ്പാ അവൾ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നയനയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു. ഇത്തിരി എടുത്തുചാട്ടുണ്ട്, എങ്കിലും ആ കുട്ടിയുടെ ഉള്ളു ശുദ്ധ. അതുകൊണ്ടാ ഒന്നും മനസ്സിൽ വെക്കാതെ സംസാരിക്കുന്നത്. നന്ദു സങ്കടത്തോടെയാണ് അവർ പറയുന്നത് കേട്ട് നിൽക്കുന്നത്. എന്തായാലും മോൾ അനിയെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നന്ദു പറയാണ്. അപ്പോൾ ജാനകി പുറത്തിറങ്ങി പോയതിനു ശേഷം വാതിലടച്ചിട്ട് നന്ദു പൊട്ടി പൊട്ടി കരയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഉറക്കം വരാത്തതുകൊണ്ട് അവൾ പുറത്തിറങ്ങിയിട്ട് അവിടെ സോഫയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആദർശും നയനയും കയറി വരുന്നത്, രാത്രിയത്തെ കറക്കമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം നന്ദുവിനെ കണ്ടപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ആഹാ നന്ദു ഉറങ്ങിയില്ലേ? എന്താ മോൾ ഇവിടെ ഇരിക്കുന്നേ? നയനയും ചോദിക്കുന്നുണ്ട്. എന്തോ ഉറക്കം വന്നില്ല ചേച്ചി. വീട് മാറി കിടന്നതിൻ്റെ ആയിരിക്കും ആദർശ പറയുന്നത്. ആ ആണെന്നാ തോന്നുന്നേ. നന്ദു പെട്ടെന്ന് കയറി പിടിക്കുകയാണ് അതിൽ. എന്നാൽ പിന്നെ നമുക്ക് പുറത്തു പോയപ്പോൾ നന്ദുവിനെ കൂടെ കൂട്ടായിരുന്നു, ആദർശ് പറയാണ്. അപ്പോൾ ഇവൾ ഉറങ്ങിയില്ലെന്ന് നമുക്ക് അറിയില്ലല്ലോ. നന്ദുവിനെ മുഖം വാടി കണ്ടിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, നന്ദുവിന് എന്ത് പറ്റി? ആകെ ഡെസ്പാണല്ലോ. എല്ലാം തുറന്നു പറയുന്നത് ഈ ചേച്ചിയോടല്ലേ? എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നയനോട് തുറന്നു പറയൂ. ഇനി എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഏട്ടനും ഉണ്ട്. അപ്പം നന്ദു വേഗം വിഷയം മാറ്റുകയാണ്. അതെ, രണ്ടാളും പുറത്തു പോയത് ആദർശേട്ടൻ്റെ അമ്മ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞുവെന്ന് മാത്രമല്ല, ഞങ്ങളെ വഴിയിൽ വെച്ച് കാണുകയും ചെയ്തു. ആദർശാണ് പറയുന്നത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഈ പ്രായത്തിൽ ചുറ്റിയടിക്കാം, പിന്നെ ഞങ്ങൾക്കാണോ പറ്റാത്തത്? അപ്പം നയന പറയുന്നുണ്ട്, എങ്കിലും അമ്മയെ മോന് ഭയങ്കര പേടിയാ. എനിക്കൊരു പേടിയില്ല, അതുകൊണ്ടല്ലേ നമ്മൾ പിന്നീടും കറങ്ങാൻ പോയത്. ആദർശ് ധൈര്യത്തോടെ പറയാണ്. പിന്നെ പറയുന്നുണ്ട്, എങ്കിലും നിങ്ങൾ രണ്ടുപേരും സംസാരിക്ക്. അതിനുശേഷം നയനോട് പറയാണ്, നന്ദുവിന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്ക്. അവനകത്തേക്ക് കയറിപ്പോയപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട്, ഇപ്പം ആദർശേട്ടന് നല്ല സ്നേഹമാണ് ചേച്ചിയോടല്ലേ? അതെ, എങ്കിലും പൂർണ്ണമായ അർത്ഥത്തിൽ ഞങ്ങളുടെ ദാമ്പത്യം മാറിയിട്ടില്ല. അല്ല, നീ എന്താ ഉറങ്ങാതിരുന്നേ? അത് പിന്നെ ഞാൻ ഉറങ്ങാൻ കിടന്നതാ. ആ സമയത്ത് ഡോറിലൊരു കൊട്ട് കേട്ടു. തുറന്നു നോക്കിയപ്പോൾ അനിയായിരുന്നു. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്തിനാ അവൻ വന്നേ? എന്തോ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലെന്നാ പറഞ്ഞേ. അപ്പം നയന പറയുന്നുണ്ട്, മോളെ നീ ഇപ്പോൾ പറയേണ്ടതൊക്കെ അനിയോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അവൻ്റെ മനസ്സ് ഒരു കാരണവശാലും മാറരുത്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, അതുവരെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. എന്തായാലും ഞാനായിട്ട് ഒന്നിനും പോകുന്നില്ല ചേച്ചി. അതുകൊണ്ടാ കല്യാണത്തിൻ്റെ തലേ ദിവസം വരാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോഴാ ചേച്ചി നേരത്തെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നീ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ മറ്റാർക്കും സംശയത്തിനൊരു ഇട കൊടുക്കരുത്. നയന നന്ദുവിനെ ഉപദേശിച്ചിട്ട് അവിടുന്ന് പോവാണ്. പക്ഷേ നന്ദു ഹൃദയം തകർന്ന വേദനയിലാണ് അവിടെ നിൽക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും.